20 എത്തനോൾ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന തെറ്റായ വിവരങ്ങൾക്ക് മറുപടി നൽകി കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം. എഞ്ചിന് കേടുപാടുണ്ടാവുക, വെള്ളത്തിന്റെ ഉപയോഗം, വാഹനങ്ങളുടെ വാറന്റി, ഇന്ധനക്ഷമത, പാരിസ്ഥിതിക ആഘാതം എന്നിവയുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന അഭ്യൂഹങ്ങൾക്ക് മറുപടിയായാണ് സർക്കാർ വിശദീകരണങ്ങൾ പുറത്തിറക്കിയത്. ശാസ്ത്രീയ പഠനങ്ങളുടെയും സുരക്ഷാ മാനദണ്ഡങ്ങളുടെയും അന്താരാഷ്ട്ര അനുഭവങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് പെട്രോളിൽ 20% വരെ എത്തനോൾ കലർത്തുന്ന ഈ പദ്ധതി നടപ്പാക്കുന്നതെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. 1 ലിറ്റർ എത്തനോൾ ഉൽപ്പാദിപ്പിക്കാൻ 10,000 ലിറ്റർ വെള്ളം ആവശ്യമാണെന്ന വാദങ്ങൾ തള്ളി ദേശീയ ഭക്ഷ്യസുരക്ഷാ ആവശ്യകതകൾ നിറവേറ്റിയ ശേഷം ലഭ്യമാകുന്ന മിച്ചമുള്ള അരി മാത്രമാണ് എത്തനോൾ ഉൽപാദനത്തിനായി ഉപയോഗിക്കുന്നതെന്ന് സർക്കാർ വ്യക്തമാക്കി. കൂടാതെ ജലം പുനരുപയോഗിക്കുന്നതിനായി സീറോ ലിക്വിഡ് ഡിസ്ചാർജ് സംവിധാനങ്ങൾ കൂടുതലായി സ്വീകരിച്ചു വരികയാണെന്നും മന്ത്രാലയം വ്യക്തമാക്കി. മാത്രമല്ല, ഈ ഇന്ധന മിശ്രിതം ഉപയോഗിക്കാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതോ അംഗീകാരം ലഭിച്ചതോ ആയ വാഹനങ്ങൾക്ക് ഈ 20 ഇന്ധനം ഉപയോഗിക്കുന്നത് കാരണം വാറന്റിയോ ഇൻഷുറൻസോ അസാധുവാക്കില്ലെന്നും സർക്കാർ വ്യക്തമാക്കി. പാരിസ്ഥിതികാനുമതികൾ, ഭൂഗർഭജല നിയന്ത്രണങ്ങൾ, സീറോ ലിക്വിഡ് ഡിസ്ചാർജ് മാനദണ്ഡങ്ങൾ എന്നിവയ്ക്ക് കീഴിലാണ് എത്തനോൾ പ്ലാന്റുകൾ പ്രവർത്തിക്കുന്നതെന്ന് സർക്കാർ പറഞ്ഞു. കൂടാതെ പദ്ധതിയുടെ ഗുണഫലങ്ങളും സർക്കാർ എടുത്തു കാണിച്ചു. 2014-15 മുതൽ വിദേശ നാണ്യത്തിൽ 1.9 ലക്ഷം കോടിയിലധികം രൂപ ലഭിക്കാൻ ഇത് സഹായിച്ചുവെന്നും കർഷകർക്ക് 1.6 ലക്ഷം കോടിയിലധികം രൂപയുടെ പേയ്മെന്റുകൾ നൽകാൻ ഇതുവഴി കഴിഞ്ഞുവെന്നും സർക്കാർ വ്യക്തമാക്കി.